1942 ഓഗസ്റ്റ് 8 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം ബോംബെയിൽ നടക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ യജ്ഞങ്ങളോട് യോജിക്കാനാവില്ലെന്ന് കോൺഗ്രസ് ഇതിനകം തീർത്തു പറഞ്ഞിരുന്നു. യുദ്ധസന്നാഹങ്ങളോട് സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ തേടി ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നെങ്കിലും സ്വാതന്ത്ര്യദാഹികളായ കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു. ബോംബെ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കൂടുതൽ രൂക്ഷമായ പ്രക്ഷോഭ പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടേക്കും എന്ന് വൈസ്രോയി ലില്ലിംഗ്തോക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ബ്രിട്ടീഷ് സർവൈലൻസിലാണ് സമ്മേളനം നടക്കുന്നത്. മൗലാന അബുൽ കലാം ആസാദായിരുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, സർദാർ പട്ടേൽ എന്നിങ്ങനെ കോൺഗ്രസിൻ്റെ മഹാമേരുക്കളെല്ലാം സമ്മേളനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായുണ്ട്. AICC സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന് വഴിയൊരുക്കി. 3-4 ആഴ്ചകൾക്ക് മുമ്പ് വാർധയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രമേയം തയ്യാറാക്കപ്പെട്ടിരുന്നു. സമ്മേളനത്തിൻ്റെ 2ാം ദിവസം പ്രമേയ പ്രഭാഷണം നടത്തുന്നത് മഹാത്മാഗാന്ധിയാണ്. അതുവരെ ഗാന്ധിയുടെ സമര വഴികളിൽ ഇല്ലാതിരുന്ന അസാധാരണമായൊരു ഭാവം ആ പ്രസംഗത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിൽ അധിനിവേശം തുടർന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം യൂറോപ്പിലെ അച്ചുതണ്ട് ശക്തികൾക്കെതിരെ യുദ്ധം നയിക്കുന്നതും അതിൻ്റെ പ്രാരാബ്ദങ്ങൾ ഇന്ത്യക്കാർ ചുമക്കേണ്ടി വരുന്നതും അംഗീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാവാത്തിടത്തോളം കാലം ഇങ്ങനെയൊരു യുദ്ധസന്നാഹത്തിൽ ഇന്ത്യക്കാർക്ക് എന്ത് കാര്യം എന്ന് കോൺഗ്രസ് പാർട്ടി ചോദിച്ചു. ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തന്ന് മാന്യമായി ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ അവർ ഇന്ത്യ വിട്ടു പോകും വരെ അഹിംസാപരമായ നിസ്സഹകരണ സമരം ഓരോ ഇന്ത്യക്കാരനും നയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ഭാരതീയരെ, നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, മഹാത്മാഗാന്ധി അവിടെ പ്രഖ്യാപിച്ചു. ഡു ഓർ ഡൈ അങ്ങനെയൊരു മുദ്രാവാക്യം ഗാന്ധിയുടെ പതിവായിരുന്നില്ല. സദസ്സ് ഇളകി മറിഞ്ഞു. ഓരോരുത്തരും ഓരോ നിസ്സഹകരണ പ്രസ്ഥാനമായി മാറണമെന്ന ആഹ്വാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ പ്രകമ്പനം കൊള്ളിക്കുന്ന കരഘോഷത്തോടെയാണ് ഏറ്റെടുത്തത്. ഒട്ടും താമസിച്ചില്ല. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളെയും അറിയപ്പെടുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ഒരു സമരപ്രസ്ഥാനം തുടങ്ങും മുമ്പേ തന്നെ തകർത്ത് കളയുകയായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശ ഭരണകൂടത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി. സമ്മേളനത്തിൻ്റെ 3ാം ദിവസമായ ആഗസ്റ്റ് 9 ഒരു യുവതി ഗൗളിയ ടാങ്ക് മൈതാനിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. അരുണ ആസഫ് അലി എന്ന 33കാരി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി മാറി. സമ്മേളനത്തിന് അരുണ അധ്യക്ഷം വഹിച്ചു. അരുണയുടെ ധീരത കോൺഗ്രസ് പ്രവർത്തകർക്ക് സമരാവേശം ചൊരിഞ്ഞു. നേതാക്കളെല്ലാം കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടപ്പോൾ നിരാശയിലേക്ക് വഴുതിപ്പോകുമായിരുന്ന അവരെ അരുണയെപ്പോലെ തന്നെ ആയിരങ്ങൾ സമരമുഖത്ത് സാവേശം ഉറപ്പിച്ചു നിർത്തി. സത്യം പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതിമാറ്റി വരച്ച സമര പദ്ധതിയായിരുന്നു. 1857 ശേഷം ബ്രിട്ടീഷുകാർ നേരിടുന്ന ഏറ്റവും രൂക്ഷമായ എതിർപ്പാണിതെന്ന് അന്നത്തെ വൈസ്രോയി ലില്ലിംഗ്തോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന് കത്തെഴുതി. രക്തരൂക്ഷിതമായ മർദ്ദനമുറകളിലൂടെ സമരത്തെയും നിസ്സഹകരണ യജ്ഞങ്ങളെയും തകർത്ത ബ്രിട്ടീഷ് സർക്കാർ കോൺഗ്രസ് പാർട്ടിയെ നിരോധിക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗധേയത്വം സംബന്ധിച്ച ഒരു വലിയ സന്ദേശം കൂടി നൽകുന്നതാണ് സത്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലം. നാസി ജർമ്മനി യൂറോപ്പിൽ മഹാവിപത്തായി മാറിക്കഴിഞ്ഞ നാളുകളിൽ ബ്രിട്ടൻ ലോകമഹായുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടിരുന്നു. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നീ അച്ചുതണ്ട് ശക്തികളെ എങ്ങനെയെങ്കിലും ചെറുത്തു തോൽപ്പിക്കണമെന്ന് ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും അടങ്ങുന്ന സഖ്യകക്ഷികളും തീർച്ചപ്പെടുത്തി. കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നമായ ശക്തിയായിരുന്നു ബ്രിട്ടൻ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം. അവരുടെ കോളനികളിൽ നിന്ന് വൻതോതിലുള്ള യുദ്ധസന്നാഹങ്ങളും പട്ടാളവും സ്വരൂപിക്കാമെന്ന് സഖ്യകക്ഷികൾ കണക്കുകൂട്ടി. ബ്രിട്ടീഷ് ഇന്ത്യ അടക്കം ബ്രിട്ടൻ്റെ കോളനികളെല്ലാം യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നൊരു പ്രഖ്യാപനവും അപ്പോൾ നടന്നു. 1935 ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രതിനിധാനവും ഭാഗധേയത്വവുമുള്ള ഒരു ഭരണ സംവിധാനമാണ് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യയിലെ ജനപ്രതിനിധി സഭകളോടോ വിവിധ ദേശീയ കക്ഷികളോടോ കൂടിയാലോചിക്കാതെ വൈസ്രോയിയും പ്രധാനമന്ത്രിയും ഏകപക്ഷീയമായാണ് ഇന്ത്യ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് തീരുമാനമെടുക്കുന്നത്. അച്ചുതണ്ട് ശക്തികളുടെ, വിശിഷ്യ ജർമ്മനിയുടെ വംശീയ നിലപാടുകളോട് കോൺഗ്രസ് പാർട്ടി ശക്തമായി വിയോജിക്കുന്നുണ്ടെന്നും അവർ ചെറുക്കപ്പെടേണ്ടതുണ്ടെന്നും വ്യക്തമാക്കിയെങ്കിലും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാതെ ബ്രിട്ടൻ്റെ യുദ്ധയജ്ഞത്തിൽ ഇന്ത്യ പങ്കുചേരില്ലെന്ന് അടിവരയിട്ട് പാർട്ടി പറഞ്ഞു.
ഇന്ത്യൻ പ്രതിനിധാനത്തെ അവഗണിച്ചും ഇന്ത്യക്ക് മേലുള്ള അധിനിവേശ നിലപാടുകൾ തുടരുന്നതിലും പ്രതിഷേധിച്ച് 1939 ഡിസംബറിൽ 8 പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കണമെന്ന് ഗാന്ധി ആഹ്വാനം ചെയ്തു. കോൺഗ്രസിൻ്റെ ഈ കൂട്ടരാജിയിൽ മുഹമ്മദ് അലി ജിന്ന അതിയായി സന്തോഷിച്ചു. ആ ഡിസംബർ 22-ന് ദ ഡേ ഓഫ് ഡെലിവറൻസ് എന്ന് ജിന്ന സന്തോഷം പ്രഖ്യാപിച്ചു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ബ്രിട്ടീഷ് ഇന്ത്യ ഭരണകൂടത്തിൻ്റെ യുദ്ധസന്നാഹങ്ങൾക്കെതിരെ സത്യാഗ്രഹ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. കോൺഗ്രസിൻ്റെ 14,000 സത്യാഗ്രഹ സമരക്കാർ ജയിലിലായി. കോൺഗ്രസിൻ്റെ നിസ്സഹകരണം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ യുദ്ധസന്നാഹങ്ങളെയും വിഭവ സമാഹരണങ്ങളെയും റിക്രൂട്ട്മെൻറ്റുകളെയും സാരമായി ബാധിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് പ്രതിനിധി സഭയുടെ നേതാവായ സ്റ്റഫോർഡ് ക്രിപ്സ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്താൻ ഇന്ത്യയിലെത്തി. 1942 മാർച്ചിനായിരുന്നു ഇത്. ഇന്ത്യക്ക് എന്ന് സ്വാതന്ത്ര്യം ലഭിക്കും? എന്നാണ് ഇന്ത്യക്കൊരു സ്വയംഭരണം ഇവിടെ സാധ്യമാവുക? കോൺഗ്രസ് നേതാക്കളുടെ ഈ ചോദ്യങ്ങൾക്ക് ക്രിപ്സിൻ്റെ പക്കൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ചർച്ച പരാജയപ്പെട്ടു. അങ്ങനെയാണ് ജൂലൈയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നത്. നിസ്സഹകരണമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കാതൽ. ബ്രിട്ടീഷുകാരുമായി കച്ചവടങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, വീടുകളുടെ ജനലുകളിലും വാതിലുകളിലും ത്രിവർണ്ണ പതാകകൾ പ്രദർശിപ്പിക്കുക, ടിക്കറ്റിൻ്റെ കാശ് ബ്രിട്ടീഷുകാർക്ക് ചെന്നു ചേരുമെന്നുള്ളതിനാൽ സിനിമയ്ക്ക് പോലും പോകാതിരിക്കുക, കോടതി വ്യവഹാരങ്ങൾ ബഹിഷ്കരിക്കുക, ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് തുടങ്ങി 10 നിർദ്ദേശങ്ങൾ സമരത്തിൻ്റെ ഭാഗമായി പ്രവർത്തകർക്ക് നൽകിയിരുന്നു. 100,000-ലേറെ കോൺഗ്രസ് പ്രവർത്തകരാണ് ക്രൂരമായി വേട്ടയാടപ്പെട്ട് ജയിലിലായത്. പലരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി വിൽക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇതിൻ്റെ ആദായവും ഭീമമായ പിഴ ചുമത്തി അതും യുദ്ധ ഫണ്ടിലേക്ക് വകയിരുത്തുകയായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ. കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ജയിലിലായതോടെ സമരം പലപ്പോഴും അഹിംസാ സിദ്ധാന്തം കൈവിട്ട് അക്രമ വഴികൾ തിരഞ്ഞെടുത്തിരുന്നു. 550 പോസ്റ്റ് ഓഫീസുകൾ, 250 റെയിൽവേ സ്റ്റേഷനുകൾ, 70 പോലീസ് സ്റ്റേഷനുകൾ, അനേകം സർക്കാർ ബിൽഡിങ്ങുകൾ എന്നിങ്ങനെ അനവധി സർക്കാർ വകകൾ സമരക്കാർ തീവെച്ചും അടിച്ചു തകർത്തും നശിപ്പിച്ചു കളഞ്ഞു. 4000-ൽ താഴെ സമരക്കാരെ ബ്രിട്ടീഷുകാർ കൊന്നു. സമരം പതിയെ അടിച്ചമർത്തപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ ലോകമഹായുദ്ധം കഴിയും വരെ ഇരുട്ടറകൾക്കുള്ളിൽ തന്നെയായി. യുദ്ധം കഴിയും വരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ദക്ഷിണാഫ്രിക്കയിലേക്കോ യമനിലേക്കോ മാറ്റുന്നതിനെപ്പറ്റി ബ്രിട്ടീഷുകാർ ഒരു വേള ആലോചിച്ചെങ്കിലും അതുണ്ടാക്കിയേക്കാവുന്ന ജനരോഷമോർത്ത് ആ പദ്ധതി അവർ പാടെ ഉപേക്ഷിച്ചു. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഈ മഹാപ്രക്ഷോഭം നടക്കുമ്പോൾ കോൺഗ്രസ് ഇതര സംഘടനകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നറിയുമോ? ഹിന്ദു മഹാസഭയും RSSും ബ്രിട്ടീഷ് വിധേയത്വത്തിൻ്റെ പാട്ടുപാടി. ജിന്നയുടെ ലീഗ് ബ്രിട്ടീഷ് യുദ്ധങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതേ നിലപാടെടുത്തു. 3 വർഷത്തോളം കോൺഗ്രസ് നേതാക്കളെല്ലാം ജയിലിലായ തക്കം നോക്കി ഈ സംഘടനകളെല്ലാം അവരുടെ സംഘടനാ വിപുലീകരണവും കോൺഗ്രസ് വിരുദ്ധതയും ലക്ഷ്യമാക്കി സ്വൈര്യവിഹാരം നടത്തി. എന്തു വില കൊടുത്തും ക്വിറ്റ് ഇന്ത്യ സമരത്തെ തടയും തകർക്കും എന്നായിരുന്നു സംഘപരിവാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ നിലപാട്. അന്ന് അദ്ദേഹം കിഴക്കൻ പ്രവിശ്യകളിലൊന്നിൽ ബംഗാളിൽ ഫതുൽ ഹക്കിനോടും ജിന്നയുടെ ലീഗിനോടുമൊപ്പം സഖ്യ സർക്കാരുണ്ടാക്കി ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഭരിക്കുന്ന കാലമായിരുന്നു അത്. അദ്ദേഹം തൻ്റെ വിധേയത്വം ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് വൈസ്രോയ്ക്ക് ഒരു കത്തെഴുതി. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എങ്ങനെയെങ്കിലും തടയാൻ ഈ പ്രവിശ്യ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായിരുന്നു എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ സംഘപരിവാർ നേതാവും അന്നത്തെ ഹിന്ദു മഹാസഭയുടെ തലവനുമായിരുന്ന സവർക്കർക്ക് ഒരിക്കലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോട് ചേരാൻ സാധിക്കുമായിരുന്നില്ല. തൻ്റെ അനുയായികളാരും അവരുടെ നിലവിലെ പോസ്റ്റുകളിൽ നിന്ന് പിൻവാങ്ങരുത് എന്ന് സവർക്കർ ആഹ്വാനം ചെയ്തു. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവിഷ്കരിച്ച് പാകിസ്ഥാൻ വാദം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് അലി ജിന്നക്കും അദ്ദേഹത്തിൻ്റെ അഖിലേന്ത്യാ ലീഗിനും കോൺഗ്രസ് ആവിഷ്കരിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തോട് പരമപുച്ഛമായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃനിരയുടെ അറസ്റ്റും പാർട്ടിയുടെ നിരോധനവും കൂടിയായപ്പോൾ മുഖ്യധാരയിലുണ്ടായ ശൂന്യതയെ ലീഗും പരമാവധി മുതലെടുക്കാൻ തുടങ്ങി. അങ്ങനെ പാകിസ്ഥാൻ വാദം ശക്തമായി പ്രചരിപ്പിക്കാൻ ലീഗ് ശ്രമിച്ചു പോന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിര് നിന്നു. ഇന്ത്യയിൽ നിന്ന് പരമാവധി ബ്രിട്ടീഷ് അനുകൂല യുദ്ധയജ്ഞം സംഘടിപ്പിക്കാനും കോൺഗ്രസിൻ്റെ അഭാവത്തിൽ രാഷ്ട്രീയ വിപുലീകരണത്തിനും കമ്മ്യൂണിസ്റ്റുകാർ മെനക്കെട്ടിറങ്ങി. സോവിയറ്റ് യൂണിയന് നേരെയുള്ള നാസി ജർമ്മനിയുടെ ആക്രമണമായിരുന്നു ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരം പോലെ ഒന്ന് അതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല. അത്രയും നാൾ കൊണ്ട് ദേശീയ പ്രസ്ഥാനം സാധാരണ ജനങ്ങളുടെ കൂടി വികാരമായി മാറിയെന്ന യാഥാർത്ഥ്യം കൂടിയായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ജനമുന്നേറ്റങ്ങൾ. പേരെടുത്ത നേതാക്കളെല്ലാം ജയിലിലടക്കപ്പെട്ടിട്ടും അടിത്തട്ടിൽ
സാധാരണക്കാരായ സമരഭടന്മാർ ബ്രിട്ടീഷ് സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തി. ഇന്ത്യ വിട്ടുപോവുക എന്ന ആ മുദ്രാവാക്യം ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലൊന്നായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞെങ്കിലും കൂടുതൽ കാലം ഇന്ത്യയിൽ തുടർന്നു പോവുക ബുദ്ധിയല്ലെന്ന് ബ്രിട്ടീഷ് അധിനിവേശത്തിന് നല്ലവണ്ണം മനസ്സിലായി. ക്വിറ്റ് ഇന്ത്യ സമരം പോലെ ആയിരക്കണക്കിന് സമരമുഖങ്ങളിൽ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ധീരദേശാഭിമാനികൾ നമുക്ക് നീട്ടിയതാണ് ഈ സ്വാതന്ത്ര്യം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുപോലെ, ഹിന്ദു മുസ്ലിം സിഖ് ഇസായി ആപ്പസ് മേ ഭായി ഭായി എന്ന മുദ്രാവാക്യം ഉയർത്തി ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന് വാങ്ങിയെടുത്ത മഹത്തായ സ്വാതന്ത്ര്യമാണിത്. ധ്രുവീകരണ രാഷ്ട്രീയത്തിന് തലവെച്ചും വിഭജന ചിന്തകൾക്ക് കൈകൊടുത്തും ഈ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ വല്ലപ്പോഴും പോയ കാലത്തെ പോരാട്ടങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക. ഈ സ്വാതന്ത്ര്യം പാഴാക്കാതിരിക്കുക.